യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവന്ന യദു കൃഷ്ണൻ ബി.ജെ.പി. നേതൃത്വം യുവമോർച്ച ജില്ലാ നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടന് 40ഓളം വോട്ടുകൾ താൻ തന്നെ ചെയ്യിച്ചു എന്നും യദു വെളിപ്പെടുത്തി. ഇത് ഞങ്ങൾ ബി.ജെ.പിയിലെ സൂരജ് അലന്തൂർ എന്ന് പറഞ്ഞ ഒരാൾ ബി.ജെ.പിയിൽ നിന്ന് യുവമോർച്ചയ്ക്കൊരു നേതൃത്വം കൊടുക്കുകയും അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വോട്ടുകളായിട്ട് 350-400ഓളം വോട്ടുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 40 പേരോളം ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളായിട്ട് അടുത്ത ദിവസം ഞാൻ വരും. പാർട്ടി മാറിയതുകൊണ്ടും ഇത് തീർച്ചയായിട്ടും ഒരു കേസൊക്കെ എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്തു, അത് എന്നെ പൂർണ്ണമായിട്ടും നാണം കെടുത്തി. ഇപ്പം എന്നിട്ട് ആ പാർട്ടിയിൽ ഇല്ലെന്ന് വരെ പറയുന്നത് റെക്കോർഡുകളുണ്ടല്ലോ TV ചാനലുകൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ എൻ്റെ തെളിവുകളുണ്ട്. ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. എല്ലാത്തിനും എൻ്റെ തെളിവുകളുണ്ട്. സുജു ടി ബാബുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുജു, കഴിഞ്ഞ ദിവസമാണ് യദു കൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് യദു തന്നെ രംഗത്തെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് യദു പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യദു വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തു എന്നുള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെ? അവന് തീർച്ചയായിട്ടും വലിയ ഒരു ഗുരുതര ആരോപണം തന്നെയാണ് യദു ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് ഏറെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അംഗങ്ങൾ വോട്ട് ചെയ്തു എന്ന തരത്തിൽ വിവാദങ്ങളും വാർത്തയും അതിനെ പറ്റിയുള്ള കേസുകളും ഇപ്പോൾ നടക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM-ലേക്ക് എത്തിയ യദുകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് 400ഓളം വോട്ടുകളാണ് യുവമോർച്ച പ്രവർത്തകർ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്ന വിജയ് ഇന്ദുചൂടനായി വോട്ട് ചെയ്തുവെന്നാണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അവർ വോട്ട് ചെയ്തത്. ഈ വോട്ട് ചെയ്യാൻ നിർദ്ദേശം തനിക്ക് നൽകിയത് BJP നേതാവായിരിക്കുന്ന സൂരജ് അലന്തൂർ എന്ന ഗുരുതര ആരോപണമുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തര തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ BJP നേതാവ് യുവമോർച്ച പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം ഏതാണ്ട് 400ഓളം ആളുകൾ യുവമോർച്ച പ്രവർത്തകർ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്തതിനുമായി ബന്ധപ്പെട്ട വോട്ട് ചെയ്തുവെന്നാണ് യദുവിന്റെ വെളിപ്പെടുത്തൽ. യദു ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ വാർത്ത തങ്ങളോട് ഈ വാർത്ത നിഷേധിക്കുവാണെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടാൻ തയ്യാറാണ്. അതായത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വോട്ട് ചെയ്തതിന്റെയും മാത്രമല്ല യദു വിജയ് ഇന്ദുചൂടിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ഈ സമയത്ത് നടത്തുന്നതിന്റെ കാരണവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കഞ്ചാവ് കേസിൽ കുടുക്കുകയായിരുന്നു. അതിൽ കെട്ടിച്ചമച്ചൊരു കേസാണ് അതൊന്ന്. മറ്റൊന്ന്, ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് CPM-ലേക്ക് യദു ഉൾപ്പെടെയുള്ളവർ എത്തിയതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ ചില തെറ്റുകളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അവർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതായത് തങ്ങൾ സഹായിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ആ സഹായം മേടിച്ച ആളുകൾ തന്നെ ഇന്നലെ വരെ പിടിച്ച കൊടി മാറ്റി എന്ന CPM-ലേക്ക് വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് CPM-ലേക്ക് എത്തുമ്പോൾ ഇത്തരം ഒരു ആരോപണമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് യദു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആവണി. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.